പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലായിടത്തും നല്ല മഴയൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഞങ്ങൾക്കൊക്കെ നല്ല മഴ ലഭിച്ച്. ഇപ്പോൾ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഒരാശ്വാസമായി. നമ്മുടെ അടുക്കളത്തോട്ടമൊക്കെ നല്ല ഉഷാറായിട്ട് എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകണം. തന്നെയുമല്ല, വിഷു അല്ലേ വരുന്നത്. നാളെ വിഷുവാണ്, അതിൻ്റെ ഒരുക്കത്തിലാണ് എല്ലാവരും അല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകളോടെ ഞാൻ നേരുന്നു. അപ്പോൾ നാളെ ഒരു പുതിയ തുടക്കമെന്ന രീതിയിൽ എല്ലാവരും പുതിയ കൃഷികളൊക്കെ തുടങ്ങും അല്ലേ? അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമാണ്. ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് പഞ്ചഗവ്യ എങ്ങനെ തയ്യാറാക്കാവുന്നതാണ്. പഞ്ചഗവ്യ എന്താണെന്ന് അറിയാമോ? പലർക്കും ഇതിനെക്കുറിച്ച് അറിയാം. പശുവിൽ നിന്നെടുക്കുന്ന 5 ഉൽപ്പന്നങ്ങൾ ചേർത്തുണ്ടാക്കുന്ന നല്ലൊരു വളക്കൂട്ടാണ് പഞ്ചഗവ്യ എന്ന് പറയുന്നത്. പശുവിൻ്റെ പാല് വേണം, ചാണകം വേണം, ഗോമൂത്രം വേണം, തൈര് വേണം, നെയ്യ് വേണം. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളൊരു 5 കിലോ പച്ചച്ചാണകം എടുക്കണം, 5 ലിറ്റർ ഗോമൂത്രം വേണം, 3 ലിറ്റർ പാല് വേണം, 3 ലിറ്റർ തൈര് വേണം, 1 കിലോ നെയ്യ് വേണം. ഇത്രയും അളവാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പോൾ ഇനി തയ്യാറാക്കുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പച്ചച്ചാണകം, അപ്പോൾ പശു ഇട്ട് ഉടനെ എടുക്കുന്നതാകുമ്പോൾ അതിനകത്ത് നല്ല അണുക്കളൊക്കെ ഉണ്ടാകും, നല്ല ബാക്ടീരിയ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആ പച്ചച്ചാണകത്തിലേക്ക് 1 കിലോ നെയ്യ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം അതിനകത്തോട്ട് ഗോമൂത്രം 5 ലിറ്റർ ഗോമൂത്രം ഒഴിക്കണം. ഗോമൂത്രവും 3 ലിറ്റർ തൈരും ചേർത്ത് നല്ലതായിട്ട് കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം കറന്നെടുത്ത പാല്, എല്ലാവർക്കും അങ്ങനെ ലഭിക്കത്തില്ല, കിട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ ആ പാല് വേണം ഇതിനകത്തോട്ട് യോജിപ്പിച്ച് നന്നായിട്ട് ഈ 5 ഐറ്റവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ അടച്ച് വെച്ച് 15 ദിവസം സൂക്ഷിക്കണം. അതിനുശേഷം ഇത് ഇളക്കി എടുത്തിട്ട് 1 ലിറ്റർ ഈ മിശ്രിതത്തിനകത്ത് 10 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ചെടികളുടെ ഇലയിലും ചുവട്ടിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്യാനും ഒഴിച്ചു കൊടുക്കാനും പറ്റും. പൂക്കളും കായ്കളും ഉണ്ടാക്കാൻ നല്ലതാണ്. ചെടി നല്ല ഗ്രോത്തിൽ വളരും. ഇതിനകത്ത് അന്തരീക്ഷത്തിലെ നൈട്രജനെ ചെടികൾക്ക് അബ്സോർവ് ചെയ്യാനുള്ള കഴിവിനെ ഉണ്ടാക്കി കൊടുക്കുന്നു. കുമിൾനാശിനിയായിട്ടും ഇത് ഉപയോഗിക്കാം. ചെടികൾക്കുണ്ടാകുന്ന ഫംഗസ്, മറ്റുവിധ കീടങ്ങളുടെ ശല്യം ഇതൊക്കെ മാറ്റി കിട്ടും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ പഴയ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു വളക്കൂട്ടാണിത്. ഇപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ജൈവ കൃഷിയെ അവലംബിക്കുന്ന കർഷകർ ഈ ഗോമൂത്ര മിശ്രിതം, അതായത് ഈ പഞ്ചഗവ്യം ഉണ്ടാക്കി നമ്മുടെ കൃഷികൾക്കൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അതൊന്ന് ഉണ്ടാക്കി ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഷു ആശംസകൾ നേരുന്നു. ഒപ്പം നല്ല ഒരു കാർഷിക അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ.